ഹലോ ഫ്രണ്ട്സ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇച്ചിരി സ്പൈസി കൂടിയാണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ ഉപ്പിലിട്ട് വെച്ചത് വേണം. അപ്പോൾ ആ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചത് ഞാൻ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്നും നാരങ്ങ എടുത്ത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു സുർക്ക ഉണ്ടല്ലോ, ആ ഒരു ഉപ്പ് വെള്ളം അത് നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പച്ചമുളകില്ലേ, അത് നമുക്ക് ആവശ്യത്തിന് ഒരു 2-3 ഇട്ട് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് വേണം ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ. വറ്റൽമുളകായാലും മതി, അതാകുമ്പോൾ കുറച്ച് തോന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതും ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഉപ്പ് വെള്ളം, അത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതും കുറേശ്ശായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ആ ഒരു വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ. എക്സ്ട്രാ വേറെ സാധാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതൊന്ന് മിക്സ് ആക്കിയത് ഇതുപോലെ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നാരങ്ങയുടെ പീസസ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാം ഒന്ന് ആ ഒരു നാരങ്ങയിൽ മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എല്ലാതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ആ ഒരു ഉപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിക്കിൾ, വളരെ ഈസി ആൻഡ് ടേസ്റ്റി പിക്കിളാണ് റെഡി ആയിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ സ്പൈസിയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. ടാറ്റാ ബൈ.